വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പര്യടനം നടത്തി വോട്ടുറപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും റോഡ് ഷോകളും എല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഉഷാറിലാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാർലമെന്റ് മണ്ഡലം ഒരു തവണയെങ്കിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്താൻ ദിവസങ്ങളെടുക്കും. ഇത്തവണ പ്രചരണത്തിന് ഏറെ ദിവസങ്ങൾ കിട്ടിയതിനാൽ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ തവണ ഓരോ മേഖലകളിലും എത്താനായി. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വോട്ട് അഭ്യർത്ഥന. നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായത്. ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, 2 ഗവൺമെന്റുകളും സാധാരണക്കാരെ മറന്നിരിക്കുന്നു, പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു, തൊഴിലാളികളെ മറന്നിരിക്കുന്നു, കർഷകരെ മറന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വോട്ടർമാരോട് പറയുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യതയോടുകൂടി ആശയ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ പാർലമെന്റിനകത്ത് സ്വീകരിക്കേണ്ടതുണ്ട്. പാർലമെന്റിന് പുറത്തും മറ്റെല്ലാ ഇടങ്ങളിലും നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അതിന് ഇന്ത്യയിൽ ആശയപരമായി സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. വൈകിയാണ് എത്തിയതെങ്കിലും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഓടിയെത്തിക്കഴിഞ്ഞു. ഏകദേശം 3500 കോടിയോളം രൂപ ഇവിടെ ഇടുക്കിയിലേക്ക് തന്നെ നടപ്പിലാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ ഒക്കെ വികസിക്കാനായിട്ടുണ്ടായ കാരണം അതുകൊണ്ട് തന്നെയാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്കുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ ഓട്ടം പൂർത്തിയാക്കി വേണം പ്രചരണത്തിന് കൊട്ടിക്കലാശം നടത്താൻ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.